ശബരിമലയിൽ പിണറായി തൊട്ടതൊക്കെ അനർത്ഥത്തിൽ മാത്രമാണ് കലാശിച്ചിട്ടുള്ളത്. അത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിക്കൊള്ളട്ടെ, സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയവർക്ക് മൗനത്തിന്റെ സുരക്ഷിതത്വം തീർത്തു കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, ഏറ്റവും ഒടുവിൽ ശബരിമല വിമാനത്താവള പദ്ധതിയാകട്ടെ, തിരിച്ചടി മാത്രമാണ് ബാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായി. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോടതി തടഞ്ഞത്. ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിമാനത്താവള പദ്ധതി വൻ പ്രചരണായുധമാക്കാമെന്ന ഇടതുമുന്നണിയുടെ മോഹങ്ങൾക്കും തിരിച്ചടിയേറ്റു. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി ഹൈക്കോടതിയുടെ കർശന വിധിയിലൂടെയാണ് പുറത്തുവന്നത്. ഭൂമിയെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കിയ കോടതി നടപടി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ പരാജയത്തിനും രാഷ്ട്രീയ കപട നാടകങ്ങൾക്കും ലഭിച്ച ശക്തമായ മറ്റൊരടിയാവുകയാണ്. നിയമപരമായ വ്യക്തതയോ ജനപക്ഷപരമായ സമീപനമോ ഇല്ലാതെ വെറും രാഷ്ട്രീയ ലാഭത്തിനായി മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതിയാണിതെന്ന സത്യം കോടതി തന്നെ തുറന്നുകാട്ടി. വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും ബലമായി കൈവശപ്പെടുത്താമെന്ന ധാരണയാണ് സർക്കാരിനെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത്. ശബരിമല എന്ന വിശ്വാസ കേന്ദ്രത്തെ മുന്നിൽ നിർത്തി വികാരങ്ങൾ കൊണ്ട് കളിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തീ കൊളുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് പൊതുസമൂഹം വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പദ്ധതിയുടെ അടിസ്ഥാന രേഖകളിലെ അപാകതകൾ, പരിസ്ഥിതി ആശങ്കകൾ, ജനവിരുദ്ധ നടപടികൾ ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് നടത്തിയ മുന്നേറ്റം ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ തകർന്നു വീണിരിക്കുന്നു. വികസനം എന്ന മുദ്രാവാക്യം വെറും പ്രചരണായുധമാക്കി മാറ്റിയ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഈ വിധി വെളിച്ചത്തിലാക്കുന്നത്. വലിയ വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ ഭൂമി മതിയെന്നിരിക്കെ എന്തിനാണ് 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഉത്തരവിൽ വ്യക്തമാണ്. ഭാവി വികസനത്തിനായി ഇത്രയും ഭൂമി എന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളി. വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നോ അവയ്ക്ക് എത്ര ഭൂമി വേണമെന്നോ വിശദീകരിക്കാൻ സർക്കാരിനായില്ല. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഈ നിർണായക വിധി. ഭൂമിയുടെ അളവ് സംബന്ധിച്ച സാമൂഹികാഘാത പഠന റിപ്പോർട്ടും വിദഗ്ധ സമിതി റിപ്പോർട്ടും കോടതി ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ ഏറ്റെടുക്കാവൂ. ഈ കുറഞ്ഞ അളവ് നിശ്ചയിക്കാൻ പുതിയ പഠനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പഠന സംഘത്തിൽ വിമാനത്താവള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ മുൻ തയ്യാറെടുപ്പുകളിലെ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നാലെ വിമാനത്താവള പദ്ധതിയും നിയമക്കുരുക്കിലാക്കിയത് CPM-ന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ല എന്ന് ഉറപ്പായതോടെ തിരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട്. കൊച്ചി വിമാനത്താവളത്തിന് 1300 ഏക്കറും കണ്ണൂരിന് 2300 ഏക്കറും ഉള്ളപ്പോൾ ശബരിമലയ്ക്ക് ഇത്ര വലിയ ഭൂമി എന്തിന് എന്ന ചോദ്യം ജനങ്ങൾക്കിടയിലും ഇനി ചർച്ചയാണ്. രണ്ടാം പിണറായി സർക്കാരിന് ഈ പദ്ധതിയിൽ ഇനി കാര്യമായൊന്നും ചെയ്യാനാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഹൈക്കോടതി വിധി ഒരു പദ്ധതിയുടെ പരാജയം മാത്രമല്ല, പിണറായി സർക്കാരിന്റെ ഭരണശൈലിക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും ലഭിച്ച തുറന്ന ശാസന കൂടിയാണ്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേഗത്തിൽ പ്രഖ്യാപനങ്ങൾ, അടിയന്തര വിജ്ഞാപനങ്ങൾ, വികാര പ്രചരണങ്ങൾ ഇവയാണ് സർക്കാരിന്റെ സ്ഥിരം തന്ത്രമെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ശബരിമല വിമാനത്താവളം യഥാർത്ഥ വികസന പദ്ധതി ആയിരുന്നെങ്കിൽ നിയമവും ജനാഭിപ്രായവും പരിസ്ഥിതിയും മാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. അതിനു പകരം തിരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ടൊരുക്കിയ നാടകമായിരുന്നു. ഇന്ന് കോടതി അത് പൊളിച്ചുകാട്ടി. ജനവിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന സർക്കാരിന് ജനാധിപത്യത്തിൽ ദീർഘകാല ഭാവിയില്ല എന്ന മുന്നറിയിപ്പാണ് ഈ വിധി നൽകുന്നത്. നിയമത്തിന് മുകളിലല്ല സർക്കാർ എന്ന അടിസ്ഥാന സത്യം വീണ്ടും ഉറപ്പിച്ച ഈ തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾക്ക് നൽകുന്ന മറുപടിക്ക് തുടക്കമാകണം. വികസനം വാഗ്ദാനമാക്കി വഞ്ചന നടത്തുന്ന ഭരണകൂടത്തിനെതിരെ നിയമവും ജനശക്തിയും ഒരുമിച്ച് വരുമ്പോൾ സത്യം ജയിക്കും. ശബരിമല വിമാനത്താവള വിഷയത്തിൽ അത് ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നു.